മലപ്പുറം പൊന്നാനി നിയോജക മണ്ഡലം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സംസ്ഥാന പോലീസ് സേനയുടെ ക്രിമിനൽ വൽക്കരണത്തിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ. തിരുവല്ല കുറ്റൂർ ഏറ്റുകടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. എറണാകുളം നോർത്ത് പറവൂരിൽ നിന്ന് രാസലഹരി പിടികൂടി. രാസലഹരി കണ്ടെടുത്തത് മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതിയുടെ വീട്ടിൽ നിന്നും. കോട്ടയം കടുത്തുരുത്തിയിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ പേരിൽ വ്യാജ പ്രചരണം. സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വാഹനാപകടത്തിൽ 7 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ഇല്ലിക്കൽ കല്ലിൽ നിന്നും മടങ്ങിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത വാഹനം. പരിക്കേറ്റവർ ആശുപത്രിയിൽ. കൊല്ലം ശൂരനാട് പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലമായതോടെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ. വർദ്ധിപ്പിച്ചത് സബ്സിഡി സാധനങ്ങളായ കുറുവയരി, തുവരപ്പരിപ്പ് തുടങ്ങിയവ. അത്യാവശ്യ സാധനങ്ങൾ സപ്ലൈകോയിൽ ലഭിക്കുന്നില്ലെന്നും ആക്ഷേപം. മലപ്പുറം പൊന്നാനിയിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജനസംവാദ യാത്ര സംഘടിപ്പിച്ചു. പരിപാടി ഊർജ്ജ സംരക്ഷണം, മാലിന്യ പരിപാലനം, ബദൽ ഉൽപ്പന്ന പ്രചരണം എന്നീ സന്ദേശങ്ങൾ ഉയർത്തി. മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ കലാപാഠശാല ആകാശവാണിയുടെ സഹകരണത്തോടെ കാവ്യവിചാരം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി നടന്നത് ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ വെച്ച്. കാവ്യാലാപന പരിപാടി പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ കാലവർഷത്തിൽ തകർന്ന വീട് താമസയോഗ്യമാക്കി. പ്രവർത്തനങ്ങൾ BJP ബൂത്ത് കമ്മിറ്റിയുടെയും സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ. നടപടി കേരള വിഷൻ വാർത്തയെ തുടർന്ന്. കോട്ടയം കാവുകണ്ടം വിശ്വാസ പരിശീലകരായ അധ്യാപകർക്ക് ആദരം. പരിപാടി മുൻ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ച്. ചെറുപുഷ്പ മിഷൻ ലീഗ് കാവുകണ്ടം ശാഖ പരിപാടിക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം നെടുമങ്ങാട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടി സീരിയൽ താരം സാജു ആറ്റിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങൾക്ക് സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും.